നടി നവ്യ നായരെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണിയായിട്ടാണ് താരത്തെ ആരാധകർ കാണാറുള്ളത്. ഈ ഒരൊറ്റ സിനിമയിലൂടെയാണ് നവ്യ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായത്. യഥാർത്ഥ ജീവിതത്തിലും വളരെ സിമ്പിളായ നവ്യ തൻ്റെ ആരാധകരുമായി ഇടപഴകുന്ന ചിത്രങ്ങളും വീഡിയോസുമൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. ഏറ്റവും പുതുതായി ഒരു കുഞ്ഞുവാവയെ കളിപ്പിക്കുന്ന വീഡിയോയുമായിട്ടാണ് നടി എത്തിയിരിക്കുന്നത്. താജ്മഹൽ കാണാനായി പോയപ്പോൾ അവിടെ വന്ന കുട്ടിയെ നടി എടുത്തതായിരുന്നു. പേര് മറന്നുപോയെങ്കിലും അവളെ മാലാഖക്കുട്ടിയെന്ന് താൻ വിളിക്കുകയാണെന്ന് പറഞ്ഞ നടി ഒരു ദുരനുഭവം കൂടി പങ്കുവച്ചിരിക്കുകയാണ്. കുറെ കാലമായി കുട്ടികളെ കളിപ്പിക്കുന്നതിൽ നിന്നും താൻ മാറി നിൽക്കുകയായിരുന്നു എന്നാണ് നവ്യ പറയുന്നത്. തൻ്റെ രക്തബന്ധമുള്ള കുടുംബാംഗത്തിൻ്റെ കുഞ്ഞിനെ ചുംബിച്ചതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന വാക്കുകൾ തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുവെന്ന് പറഞ്ഞ നടി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിന് ഇളവ് വരുത്തിയെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കൊരു ദുരനുഭവം ഉണ്ടായ ശേഷം പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ലായിരുന്നു. തൻ്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു. പുറത്തു വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷും മലയാളവും കുഴകുഴഞ്ഞ് കേൾക്കാൻ നല്ല രസമായിരുന്നു. അവൾക്കെന്നെ ഇഷ്ടമായി. ഞങ്ങൾ കുറേ കുശലങ്ങൾ പറഞ്ഞു. പോരാൻ നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തു. കവിളിലും നെറ്റിയിലും ചുണ്ടിലും. ക്ഷുഭിതയായ അവളുടെ അമ്മ കുട്ടിയെ ശകാരിച്ചു. സ്ട്രേഞ്ചേഴ്സിന് ഉമ്മ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു നിമിഷം താൻ സ്തബ്ധയായിപ്പോയി. അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും വളർന്നവരാണ്. രക്തബന്ധമുള്ളവരാണ്. തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും പറയാതെ വിടവാങ്ങി. അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിന് ഇളവ് വരുത്തി. പക്ഷേ ഇവൾ എന്നെ വശീകരിച്ചു. താജ്മഹലോളം തന്നെ. പേരറിയാത്ത മാതാപിതാക്കളെ ഞാൻ അവളെ വാരിപ്പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട ആ സന്തോഷം തന്നെ ധന്യയാക്കി. വാവേ, നിന്റെ പേര് ചോദിച്ചെങ്കിലും ഈ ആൻറ്റി മറന്നു. കാണുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുവരെ ഇവളെ മാലാഖയെന്ന് വിളിക്കട്ടെ എന്നുമാണ് നവ്യ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത്. നവ്യ ചേച്ചിയെ ആ മദാമ്മയ്ക്ക് അറിയാതെ പോയി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ എന്നാണ് ഒരാൾ നവ്യയുടെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ കിട്ടാതെ പോയതിൻ്റെ വേദന പങ്കുവെക്കുന്നവരുമുണ്ട്. എന്നെപ്പോലെ തന്നെയാണല്ലേ ചേച്ചിയും? കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആർത്തി. പക്ഷെ കുഞ്ഞുങ്ങളോട് ഇത്ര ആർത്തിയുള്ള എന്നെ ഒരു കുഞ്ഞിനെ പോലും തരാതെ ഭഗവാൻ പറ്റിച്ചപ്പോൾ 2 കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് ഞാനും പുള്ളിയെ അങ്ങ് പറ്റിച്ചു. അല്ല പിന്നെ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് 7 വയസ്സ് കഴിഞ്ഞു എന്നാണ് ഒരു ആരാധിക നവ്യയോട് പറയുന്നത്. എന്നാൽ കുട്ടികളെ എടുക്കുന്നത് ചിലർക്ക് ഇഷ്ടമാകില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചിലർ. പല മാതാപിതാക്കൾക്കും അവരുടെ മക്കളോട് വേറെയുള്ളവർ അമിത സ്നേഹം കാണിക്കുന്നത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ചുംബിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്ര അടുപ്പമുള്ളവരായാലും അത്തരം അനുഭവം പലർക്കും ഉണ്ടാവുമെന്നും പറയുന്നു. അതുപോലെ കുട്ടികളെ ചുംബിക്കുന്നത് തെറ്റാണെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. മാതാപിതാക്കളല്ലാത്തവരൊക്കെ കുഞ്ഞുങ്ങളെ ചുംബിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോലെ ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ. പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാവും പലരും ഇതിനെ എതിർക്കുന്നതെന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് നവ്യയുടെ പോസ്റ്റിന് താഴെ വരുന്നത്.